നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്തിക്കാതിരിക്കാനാകില്ല. ഈ ഒരു അവസരത്തിൽ അവരെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ്. നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾ ഓരോരുത്തരും കൊറോണ വ്യാപനത്തിന്റെ കുത്തകയും പേറിയല്ല എത്തുന്നത്. ലോകം മുഴുവൻ അടഞ്ഞുകിടക്കുകയാണ്. യാത്രകൾ ഒഴിവാക്കുന്നതാണ് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കുമെന്നതിനാൽ തന്നെ പ്രവാസികൾക്കും നാട്ടിലെത്താനുള്ള അവസാന പ്രതീക്ഷയും അടയുക കൂടിയാണ്. എന്നാൽ കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിൽ രോഗബാധിതരല്ലാത്ത ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കാമെന്ന് UAE ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്ന് രോഗബാധിതരെ UAEയിൽ തന്നെ ചികിത്സിക്കാമെന്ന വാദമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ള പ്രവാസികൾക്ക് മടങ്ങാൻ അവസരമൊരുക്കുന്നതാണ് UAE വ്യക്തമാക്കുന്നത്. വിദേശികളെ നാട്ടിലെത്തിക്കാനുള്ള സന്നദ്ധത എല്ലാ രാജ്യങ്ങളെയും അറിയിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലെ UAE അംബാസിഡർ അഹമ്മദ് അൽ ബന്ന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം UAEയുടെ ഈ വാഗ്ദാനത്തോട് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ പ്രവാസികളെ മടക്കിയെത്തിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തും നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസം ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച ചെയ്തിരുന്നു. ഗൾഫിൽ നിന്നും പ്രവാസികളെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം അയക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നുണ്ട്. എന്നാൽ ഗൾഫിലെ ഇന്ത്യക്കാരെ അടിയന്തരമായി തിരികെ എത്തിക്കാൻ പദ്ധതിയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഗൾഫിൽ ഇന്ത്യൻ പ്രവാസികൾ സുരക്ഷിതരാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. UAE നിലപാട് വ്യക്തമാക്കിയതോടെ കേന്ദ്രം എന്ത് നടപടിയെടുക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. UAEയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനും ഒപ്പം ക്വാറന്റൈൻ ചെയ്യാനും ചികിത്സ നൽകാനും നടപടി വേണമെന്നും കോടതി ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. മറ്റു വിദേശ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യ മാതൃകയാക്കണമെന്നാണ് വ്യക്തമാക്കുന്നത്. വിദേശകാര്യമന്ത്രിക്കും സ്ഥാനപതിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടും അനുകൂല തീരുമാനമായില്ലെന്ന് ദുബായ് KMCC കോടതിയെ അറിയിക്കുകയുണ്ടായി. സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് വരുന്നത് വിലക്കിയതിലൂടെ തുല്യതയ്ക്കും ജീവിക്കാനുള്ള ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും KMCC ദുബായ് പ്രസിഡന്റ് ഇബ്രാഹിം എലൈറ്റിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ തന്നെയും പ്രവാസികളെ കൂട്ടത്തോടെ നാട്ടിലെത്തിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് ഹൈക്കോടതി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെ തിരികെ എത്തിച്ചാൽ എവിടെ പാർപ്പിക്കുമെന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ആരായുകയുണ്ടായി. പ്രവാസികൾ കൂട്ടത്തോടെ വന്നാൽ ക്രമസമാധാന പ്രശ്നം വരെ ഉണ്ടാകാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി അറിയണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം ഉരുവായ സാഹചര്യത്തിൽ പ്രവാസികളുടെ മാനസിക നില കൂടി പരിഗണിക്കണമെന്നാണ് ഏവരും ആശങ്ക ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.